ഹലോ ഹായ്. ഈ വൃത്തിയില്ലെങ്കിൽ മുടിയല്ല എന്ത് തന്നെ വെച്ചാലും അത് നശിച്ചു പോകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഈ മുടി വെച്ച് കൊടുത്തതിനെ കുറെ കുറ്റം പറയുന്ന, ഇത് കൊള്ളത്തില്ല, ഇത് വളരെ മോശമായിട്ടാണ് വെച്ചത്, എന്റെ മുടിയെല്ലാം ഇളകി പോന്നു എന്ന് രേണു സുധി ലൈവിൽ ഇങ്ങനെ പല പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അതിനെ കുറിച്ചിട്ട് റോമ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ മുടി വെച്ച് കൊടുത്തത്. അപ്പൊ കണ്ടില്ലേ, രേണു സുധി എപ്പോഴും കൈ തലയിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്താണ് ഇങ്ങനെ മുടി വെച്ച് കൊടുത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് രേണുവിന് ഈ തലേന്ന് കൈ എടുക്കാനായിട്ട് സമയം കിട്ടാതെ 24 മണിക്കൂർ പണ്ട് തൊട്ടേ രേണുവിന്റെ കൈ തലയിലിരിക്കുകയാണ്. അതിപ്പോ നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ സ്റ്റൈലായിരിക്കുന്നു. പക്ഷെ യഥാർത്ഥം ഇതൊന്നുമല്ല. രേണുവിന്റെ തല നിറച്ച് പേൻ പുരുത്ത് കിടക്കുവാണ് എന്നുള്ളതാണ് പറയുന്നത്. അവർ പറയുന്നത് ലൈസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അവരവിടെ ചെന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ പേൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പം കുളിക്കാതെ കറക്റ്റായിട്ട് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഏത് വ്യക്തികളുടെ തലയിലായാലും പേൻ പിടിക്കും. കാരണം അഴുക്കും വിയർപ്പും എല്ലാം കൂടി ഇരുന്ന് പേൻ പിടിക്കും. അപ്പൊ പേൻ പിടിച്ചിട്ട് ആ ഒരു പേൻ അങ്ങ് ഭയങ്കരമായിട്ട്, കാരണം ഇതൊക്കെ വെച്ചിരിക്കൂലേ, നമ്മുടെ ഒറിജിനൽ മുടിയാണെങ്കിൽ നമുക്ക് ഓരോ മുടി ഇങ്ങനെ എടുത്തിട്ട് വൃത്തിയാക്കാം, കോമ്പ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടുമുടി, കുറച്ച് കെട്ടുമുടി ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ ഈ കുറച്ച് ഈ മുടി കെട്ടുമുടി എടുത്തിട്ട് കുറച്ച് മുടി ഇതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഫിറ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് അഴുക്കും വിയർപ്പും എല്ലാം കൂടി തങ്ങിയിരിക്കുമ്പോൾ അതിനുള്ളിൽ പേൻ പിടിക്കും. പേനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കും, ഇൻഫെക്ഷൻസ് വരും. അപ്പൊ അതാണ് ഈ തല എപ്പോഴും കൈ ഇങ്ങനെ തലയിൽ ഇങ്ങനെ സോറി നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ തലയിൽ കൈ പിടിക്കുന്നവരാണ്. പക്ഷെ അതിന് കുറ്റം പറയുന്നില്ല. പക്ഷെ 24 മണിക്കൂറും ഇങ്ങനെ തലേന്ന് കൈ എടുക്കുന്ന പേൻ പിടിച്ച് എന്തുവാ പറയുന്നത്, കൊല്ലുവാണ്. ഇന്നലെ ലൈവിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെയാ തലയുന്നത്, അത് ആരുടെയാണെന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. പിന്നെ ഞാൻ അതിനെ മാറ്റാനായിട്ട് നോക്കിയില്ല, കാരണം എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ആ ലൈവ് നോക്കാൻ പോയില്ല. എന്താണ് പേൻ ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു, കാരണം അത് രേണുവിന്റെ തലയിൽ നിന്ന് തന്നെയാണ്. പേൻ ഇങ്ങനെ കൈ ചൊറിയുമ്പോൾ പേൻ ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അനുമോൾ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പേൻ ഇഷ്ടംമാരെ പുഴിപ്പിച്ചിട്ടിരിക്കുകയാണ്. പേൻ ഈ വൃത്തിയും വീറും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിന് എന്തിനാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രേണു സുധിയെ മിക്കവാറും ബിഗ് ബോസ് ഇന്ന് പുറത്താവും. കാരണം ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ രേണു ഇവിടെ ഇപ്പം മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോണത്. അപ്പോൾ ടാസ്കിൽ എന്തായിരിക്കും രേണു ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ രേണുവിന് എളുപ്പമുള്ള ഗെയിമാണെങ്കിൽ തീർച്ചയായിട്ടും രേണു ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും രേണുവിനെ പുറത്താക്കാനുള്ള ബിഗ് ബോസിന്റെ തന്ത്രമാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിനും ബൈ, ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.